friends, welcome to our YouTube channel. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെസ് പീസസിന്റെ മൂസിനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോനായിട്ട് ഇന്ന് എല്ലാവരും കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കോയിന്റെ നെയിമാണ് റൂക്ക്. ഇത് സ്ട്രെയിറ്റിലാണ് പോണത്. ഇങ്ങനെയൊക്കെയാണ് റൂക്ക് പോണത്. അടുത്ത് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് നൈറ്റ് ആണ്. നൈറ്റിന്റെ മൂസിനെ കുറിച്ച്. നൈറ്റ് എൽ ഷേപ്പ് വഴിയാണ് പോണത്. ഇവിടെ വയ്ക്കുമ്പോൾ ഇങ്ങനെ വരും, ഇവിടെ ഇരുന്ന ഇങ്ങനെ വരും. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ രണ്ട് സ്ക്വയറിൽ വേണമെങ്കിൽ നിങ്ങളുടെ ചൂസ് പോലെ ഇരിക്കും. ഇങ്ങനെ വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പോവാം. ഇത് എൽ ഷേപ്പ് വഴിയാണ് പോണത്. അടുത്തത് നിങ്ങൾക്ക് ഞാൻ ബിഷപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ബിഷപ്പിന്റെ മൂവ്സ് ഇങ്ങനെയും ഇങ്ങനെയാണ്. പക്ഷെ ചില ബിഷപ്പ് നിങ്ങൾ ബോർഡ് അറേഞ്ച് ചെയ്യുമ്പം ഇങ്ങനെ രണ്ട് ബിഷപ്പ് കാണും. രണ്ട് ബിഷപ്പിൽ ഒരെണ്ണം വൈറ്റ് സ്ക്വയറിൽ മാത്രമാണ് ഇങ്ങനെ പോണത്. അതിൽ വൈറ്റ് സ്ക്വയറിൽ മാത്രമേ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. ബ്ലാക്ക് സ്ക്വയർ ബിഷപ്പിനെ പറ്റുള്ളൂ. വൈറ്റ് ബിഷപ്പിന് വൈറ്റിൽ പോകാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും എന്താ പറയുക മണ്ടനാക്കാൻ വേണ്ടി ഇങ്ങനെ വല്ലതും കാണിച്ചാൽ നിങ്ങൾ അപ്പം തന്നെ ആർബിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ് ടൂർണമെന്റ്സിലുള്ള ആളാണ് ആർബിറ്റർ. അയാളെ വിളിച്ച് ഇല്ലീഗൽ നിങ്ങൾ ക്ലെയിം ചെയ്യണം. അപ്പോഴേ ആർബിറ്റർ വന്ന് അയാൾക്ക് ഇല്ലീഗല് എഴുതും. രണ്ട് ഇല്ലീഗൽ വന്നാൽ അയാൾ കളിയിൽ നിന്ന് തോറ്റതായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ബിഷപ്പിൽ പോണ വഴി. അടുത്തായിട്ട് ഞാൻ മോസ്റ്റ് പവർഫുൾ പീസാണ് പറയുന്നത്. മോസ്റ്റ് പവർഫുൾ പീസ് ക്യൂന്. റൂക്കും ബിഷപ്പിൻ്റെയും മൂവും ഒരുമിച്ചുള്ളതാണ് ക്യൂന് ബിഷപ്പിനെ പോലെ ഇങ്ങനെ പോവാം, റൂക്കിനെ പോലെ സ്ട്രൈറ്റ് ആയിട്ട് പോവാം, വളഞ്ഞു പോവാം, ഇങ്ങനെ പോവാം. അപ്പോൾ ഞാൻ അടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് കിങ്. കിങ്ങിന് വൺ സ്റ്റെപ്പ് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയും ഇങ്ങനെ വൺ സ്റ്റെപ്പ് മാത്രമാണ് കിങ്ങിന് പോകാൻ പറ്റുള്ളൂ. മോസ്റ്റ് വാല്യുബിൾ പീസും കൂടിയാണ് കിങ്. അടുത്തത് ഞാൻ പോണിങ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്.